പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സുന്ദരമായ മറ്റൊരു ദിവസം. ഇന്ന് തിങ്കളാഴ്ച ഫെബ്രുവരി മാസം 16-ാം തീയതി നാം ഇന്ന് നോമ്പ് ആരംഭിക്കുകയാണ്. വിഭൂതി തിങ്കളോടുകൂടി കുരിശുവര തിരുനാളോടുകൂടി ഇന്ന് നോമ്പാചരണം, വലിയ നോമ്പ് ആചരണം ആരംഭിക്കുകയാണ്. നോമ്പിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും വളരെ നന്നായിട്ട് നോമ്പ് ആചരിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. കർത്താവിൻ്റെ ഈ പീഡാനുഭവ ആഴ്ചകളിലേക്കൊക്കെ നമ്മൾ അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരുങ്ങാൻ പറ്റുമോ അത്രമാത്രം നന്നായി ഒരുങ്ങുക. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പാചരണത്തിൻ്റെ ആരംഭ ദിനത്തിൽ തിങ്കളാഴ്ച ദിവസം നാം പഠിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 55-ന്റെ കുറച്ച് വചനങ്ങൾ ഈ ആഴ്ച നാം പഠിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നോമ്പ് അതിലിങ്ങനെയാണ് പറയുന്നത്: എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾക്ക് പിന്നെ. ഈ ദിവസങ്ങളിലൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട്, കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ വചനം പഠിച്ച് നമുക്ക് മുന്നോട്ടാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:3. The book of the prophet Isaiah, chapter 55, verse 3. അതിങ്ങനെയാണ് പറയുന്നത്: എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. കണ്ടോ? ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം, നിങ്ങൾ ജീവിക്കും. നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കുക, വചനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഊർജ്ജസ്വലരായി ഇതിലും വലിയ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ദൈവവചനം പഠിക്കണം. ഇൻക്ലൈൻ യുവർ ഇയർ ആൻഡ് കം ടു മീ, ലിസൺ സോ ദാറ്റ് യു മേ ലിവ്. I will make with you an everlasting covenant, my steadfast sure love for David. ദാവീദിനോടെന്ന പോലെ ഞാൻ സ്ഥിരമായ ഒരു സ്നേഹം നിങ്ങളോട് കാട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്ഥിരമായ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് ഈ നോമ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും വളരെ സുന്ദരമായി ഈ നോമ്പാചരണം കൊണ്ടുപോകണം. ഇന്നത്തെ ദിവസം പ്രത്യേകം ഓർക്കുക, ആരംഭ ദിനത്തിൽ നാം വളരെ ഭക്തിയോടുകൂടി ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.